ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലറക്കൽ മഹാറാണിയുടെ ബാംഗ്ലൂരിലുള്ള ഔട്ട്ലെറ്റിലാണ്. ഇനിയിപ്പോൾ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ കല്യാണത്തിൻ്റെ മാസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെഡ്ഡിങ് സെറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും വെഡ്ഡിങ് സെറ്റ്സേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനാണ് നമ്മുടെ ഔട്ട്ലെറ്റ്സുകളിലുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു റാക്ക് ഫുൾ ഈ ഒരു ഫ്ലോർ ഫുള്ള് വെഡ്ഡിങ് സ്പെഷ്യൽ ഫ്ലോറാണ്. ജുംകാസ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്കേഴ്സ് വരുന്നുണ്ട്, വെഡ്ഡിങ് സെറ്റ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ്, ബാംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയാണ്. ഈ ഒരു സെഷൻ കണ്ടില്ലേ, ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലൊരു ലോങ് ഒരു യു ടൈപ്പ് മാലയും അതുപോലെ തന്നെ ഒരു ചെറിയ ലോക്കറ്റ് വരുന്ന മാലയായിട്ട് ഒരു ട്രഡീഷണൽ ഒരു ഓർണമെൻ്റ് ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊന്ന് എടുത്തു തരാമോ? കണ്ടോ ഈ ഒരു മാല നോക്കിയേ. ഇതെന്നൊക്കെ പറയുമ്പോൾ വെഡ്ഡിങ്ങിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു മാലയാണ്. നമുക്കൊരു 4th മാലയൊക്കെ ആയിട്ട് നല്ല യു ടൈപ്പിൽ നമ്മുടെ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാലയാണ്. ചെറിയ റെഡ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 9.5 പവനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു യു ടൈപ്പ് മാല വരുന്നത്. ഇതിന്റെ വെയിറ്റ് എത്രയാണ് വരുന്നത്? അത് വരുന്നത് 8.25 പവൻ. 8.25 പവൻ. അപ്പോൾ 8.25 പവന്റെ ഒരു ട്രഡീഷണൽ കണ്ടോ, ലോക്കലിലൊക്കെ ചെറിയൊരു ലക്ഷ്മി ദേവിയുടെ മോട്ടീവ് ഒക്കെ വരുന്ന നല്ലൊരു മാലയാണ്. നല്ല തിക്കായിട്ട് വരുന്ന ചെയിനൊക്കെയാണ്. നല്ലൊരു ക്യൂട്ട് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ട്രഡീഷണൽ സെറ്റ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണ്ടോ ഒരുപാട് ചോക്കർ സെറ്റ്സ് വരുന്നുണ്ട്. ചോക്കർ സെറ്റ്സ് എല്ലാ ആൾക്കാരും വെഡ്ഡിങ്ങിന് ഓപ്റ്റ് ചെയ്യുന്നതാണ്. ഇത് കൂടുതലും ചെട്ടിനാടൊക്കെ ആയിരിക്കും അല്ലേ? ചെട്ടിനാട് ആന്റിക്. ഈ മാല നിലത്ത് വരും. ഈ വരുന്നത് സൂഫി സ്റ്റോൺസ് ആണോ? അല്ല, ഇത് എമറാൾഡ് സ്റ്റോൺസ് ആണ്. ഓക്കെ, എമറാൾഡിന് നല്ലൊരു റിച്ച് ഗ്രീൻ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ ആണ്. ഇത് ആന്റിക് പീസിലാണ് വരുന്നത്. ഇതിന്റെ വെയിറ്റ് എത്രയായിരുന്നു? 8.5 പവൻ. കണ്ടോ, 8.5 പവന്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചോക്കറാണ്. വെഡ്ഡിങ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതും രണ്ട് മാലയൊക്കെയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് ഇത്. ഇനി അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ വലിയ ചോക്കർ ഇഷ്ടപ്പെടാൻ അല്ലെ ഇടുന്ന ആൾക്കാർക്ക് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നതാ. അതൊന്ന് കാണിച്ചു തരും. ഇത് എത്ര പവനാണ് വരുന്നത്? ഇത് നല്ലൊരു ചെറിയ മുത്തൊക്കെ നല്ല ക്യൂട്ട് കോറൽ കളർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മുത്താണ് വരുന്നത്. അതുപോലെ തന്നെ 7.5 പവൻ. 7.5 പവന്റെ ഒരു നല്ലൊരു ചോക്കർ സെറ്റാണ്. ഇതും ആന്റിക്കിൽ വരുന്നതാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്, കാരണം ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പോൾ കുറച്ചുകൂടി ട്രെൻഡിയാണ് ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ. അപ്പോൾ 7.5 പവനിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ചോക്കറാണ് ഈ ഒരു ചോക്കർ. ഇനി കുറച്ച് സിമ്പിൾ ചോക്കേഴ്സ് ഇടാൻ ഞാനൊക്കെ സിമ്പിൾ ഐറ്റംസ് ഇടാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ചോക്കർ ഇടാൻ ആഗ്രഹിക്കുന്നത് ഇതുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്കറാണ് സൂഫി കളക്ഷൻ്റെ നല്ല റൂബി സ്റ്റോണിലൊരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു ചോക്കറാണ് ഈ ഒരു ചോക്കർ. ഇതിന് എത്ര വെയിറ്റ് വരുന്നത്? 4 പവന്റെ ചോക്കർ സെറ്റാണ് ഈ ഒരു ചോക്കർ സെറ്റ്. അപ്പം ഇങ്ങനെയല്ല കേട്ടോ, ഇത് മാത്രമല്ല, നമുക്ക് താഴെയും ഒരുപാട് കളക്ഷൻസ് വരുന്നത്. ഇനി ഇപ്പം കുറച്ച് കേരള ടൈപ്പ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഒരുപാട് ഡിസൈൻ ഒന്നും കല്ലൊന്നും വേണ്ട, പക്ക ഗോൾഡ് തന്നെ വേണം എന്നുള്ളവർക്ക് നമുക്ക് ചോക്കറുണ്ട്. ഒന്ന് കാണിച്ചു തരും. ഇത് കണ്ടോ, ഇതൊരു 4 പവനിൽ വരുന്നൊരു ആന്റിക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചോക്കറാണ്. മിനിമൽ ആയിട്ടുള്ള സ്റ്റോൺസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ചോക്കേഴ്സ് ഇത്രയല്ല, ഈ ഇരിക്കുന്ന ഒരു സെഷൻ മാത്രമല്ല, നമുക്ക് താഴത്തെ സെഷനിൽ ഒരുപാട് ഹെവി ചോക്കേഴ്സ് ഉണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡ്സിലൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വരുന്നത് ബാംഗിൾസ് ആണ്. ഈ ഒരു റാക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ട്രേ നമുക്ക് ആന്റിക്കിൻ്റെ ബാംഗിൾസ് ആണ് വരുന്നത്. ആന്റിക്ക് വരുന്നുണ്ട് കണ്ടോ, നഗാസിൻ്റെ ബാംഗിൾസ് വരുന്നുണ്ട്. ഈ നഗാസിൻ്റെ ബാംഗിൾസ് എന്നൊക്കെ പറയുമ്പോൾ 12 ഗ്രാമാണ് ഒരു ബാംഗിളിന് വരുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള പെയിൻസ് വെച്ചിട്ടുള്ള ഒരു ബാംഗിൾസ് വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ സ്പെഷ്യൽ വെഡ്ഡിങ് മെയ്ഡ് ബാംഗിൾസ് ആണ്. കണ്ടോ, ട്രഡീഷണൽ ബാംഗിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുസ്ലിം കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ബാംഗിളൊക്കെ. നല്ല ഗ്രീൻ എനാമൽ പെയിൻറ്റിങ്സ് ഒക്കെ വരുന്ന ഇതിന് ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരുന്നത് 30 ഗ്രാമാണ്. കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിക് ബാംഗിൾസ് ആണ് എനാമൽ പെയിൻറ്റിങ്സിൽ വരുന്നതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെട്ടിനാടിൽ വരുന്ന ബാംഗിൾസ് ഉണ്ട്. അങ്ങനെ ഒരു ഹെവി ആയിട്ട് വരുന്ന വെഡ്ഡിങ് സെറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ആണ് ഈ ഒരു ബാംഗിൾ. പിന്നെ ഇപ്പം നമുക്ക് ആൻറ്റിക്കും ചെട്ടിനാടൊക്കെ ഫാഷനബിൾ ആണെങ്കിലും ഒരു കാലത്ത് നല്ല ഇപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള പോകുന്നൊരു ഓൾഡ് മോഡൽ ഫാഷൻ എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴും ന്യൂജൻ ഫാഷനാണത്. ഈ ഒരു ടൈപ്പ് ഓഫ് ബാംഗിൾസ് ഒന്ന് എടുത്തു തരും. ഈ കളക്ഷൻ ഏതായിരുന്നു? ഇത് കുവൈറ്റി കളക്ഷൻസ്. കാരണം നമ്മൾ മിക്ക കല്യാണത്തിന് പോകുമ്പോഴും അവർ ഈ കാപ്പ് വളകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ബാംഗിൾസ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാറുണ്ട്.
എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ. കണ്ടോ, ഈ ഒരു ബാങ്കിളിൻ്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി 12 ഗ്രാമാണ് ഒരു ബാങ്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ ഈ ഒരു റാക്ക് നോക്കിയാൽ കാണാം, എല്ലാം ഇങ്ങനെ നമുക്ക് സെറ്റായിട്ട് ഇടാൻ പറ്റുന്ന നാല് സെറ്റായിട്ടും പിന്നെ 2 എണ്ണമൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാങ്കിൾസാണ് ഈ ഒരു ബാങ്കിൾ. ഇതിപ്പോൾ വെഡ്ഡിങ്ങിന് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് ഡെയിലി വെയർ യൂസിനൊക്കെ അമ്മമാരൊക്കെ കൂടുതലും ഓപ്റ്റ് ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ബാങ്കിൾസാണ്. കണ്ടോ, ഇതൊക്കെ നോക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡായിട്ട് പോകുന്ന ഒരു ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ. ഇതിൻ്റെ വെയിറ്റും ഒരു ബാങ്കിളിന് 12 ഗ്രാമാണ് വരുന്നത്. ഒരു വളയൊക്കെ ഇട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. കണ്ടോ, അവർക്കൊക്കെ ഇങ്ങനത്തെ വളകൾ യൂസ് ചെയ്യാം. ഒരു 19 ഗ്രാമിൽ നല്ലൊരു വളയാണ് ഈ ഒരു വള. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊക്കെയാണ് ഈ ഒരു ബാങ്കിളിനെ എപ്പോഴും ട്രെൻഡി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഈ ആൻറ്റിക് ബാങ്കിൾസും അതുപോലെ തന്നെ ചെട്ടിനാടിൻ്റെ ബാങ്കിൾസൊക്കെ ഉണ്ട്. അപ്പം പണ്ടേ തൊട്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പണ്ടേ തൊട്ട് ഇപ്പോഴും ട്രെൻഡായിട്ട് ഓടുന്നൊരു ബാങ്കിളാണിത്. ഈ ടൈപ്പ് ഓഫ് ബാങ്കിൾ ഇതൊന്നും എടുത്തു തരും. ഇത് കളക്ഷൻ ആയിരുന്നു? കൽക്കത്ത കളക്ഷൻസ്. ഓക്കെ, കൽക്കത്ത മെയിലിൽ വരുന്ന കളക്ഷനാണ് ഈ ഒരു ബാങ്കിൾ. ഈ ഒരു ബാങ്കിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക കല്യാണ പെണ്ണുങ്ങളും അവരുടെ 2 കാപ്പ് വളയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ബാങ്കിൾ. ഇതൊക്കെ ഒരു 12 ഗ്രാമാണ് ഈ ഒരു ബാങ്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോക്കറിൻ്റെ കളക്ഷൻ. ഇനി ഇപ്പോൾ പതിയെ അങ്ങടേക്കൊക്കെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു ഇവിടെ തകർത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ എത്തി. അപ്പോൾ എന്തായാലും ആ ഭാഗത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും. ബൈ. കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.